പാർട്ടി തലപ്പത്ത് തെറ്റുതിരുത്തൽ നടപ്പാക്കി സിപിഐഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ഇ.പി. ജയരാജനിലും പി.കെ. ശശിയിലും മാത്രം തിരുത്തൽ ഒതുങ്ങുമോ അതോ തുടരുമോ എന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, ഭരണവിരുദ്ധ വികാരം, ഇ.പി. ജയരാജനെതിരായ നടപടി തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ഉയരും. ഫെബ്രുവരിയിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനവും ഏപ്രിലിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസും നടക്കും. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങും മുൻപ് രണ്ടു നേതാക്കൾ തെറിച്ചു. ഇ.പി. ജയരാജനും പി.കെ. ശശിക്കുമെതിരായുള്ള അച്ചടക്ക നടപടിയുടെ അലയൊലികൾ എത്രയുണ്ടാവുമെന്നത് വരും ദിവസങ്ങളിൽ അറിയാം. തലപ്പത്ത് നിന്നും തെറ്റുതിരുത്തലെന്ന് സംസ്ഥാന സെക്രട്ടറി പാർട്ടിയിൽ ആവർത്തിക്കുന്നുണ്ട്. സർക്കാരിന്റെ മുൻഗണന മാറുകയാണെന്ന പ്രഖ്യാപനം നിയമസഭയിൽ നടത്തി മുഖ്യമന്ത്രി തന്നെ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. തിരുത്താൻ പാർട്ടിക്ക് മുന്നിൽ ഒരുപാടുണ്ട്. വിമർശനങ്ങളുടെ കുത്തൊഴുക്ക് ഈ സമ്മേളന കാലയളവിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന മാസപ്പടി വിവാദം, മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി, വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ, ഇ.പി. ജയരാജനെതിരായ നടപടി, ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയത്, ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും കാഫിർ പോസ്റ്റർ വിവാദവും സമ്മേളനങ്ങളിൽ കത്തിപ്പടരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അനങ്ങാപ്പാറ നയം പോലും സർക്കാരിന്റെ തലയ്ക്ക് മീതെയുള്ള വാളാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏതു രീതിയിൽ മാറുമെന്ന് സമ്മേളനങ്ങൾ അവസാനിക്കുമ്പോൾ അറിയാം. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കും. നവംബറിൽ ഏരിയ സമ്മേളനങ്ങൾ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങൾ, കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം. മറ്റ് നീക്കങ്ങളൊന്നും നടന്നില്ലെങ്കിൽ കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ എം.വി. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നേക്കും. ഏപ്രിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറി വരാനാണ് സാധ്യത. 24 തിരുവനന്തപുരം.